കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ ടിപ്പുമായിട്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ആദ്യമായിട്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമുക്കെങ്ങനെയാണ് യൂട്യൂബ് ലൈവ് ഉപയോഗിക്കണമെന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ യൂട്യൂബിലേക്ക് കയറാം. അതിൽ നമ്മളുടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ചാനലിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പണായിട്ട് വരും. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പണായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു പ്ലസ് ഇട്ടിട്ടൊരു വീഡിയോയുടെ ഗോ ലൈവ് എന്നുള്ളത് സെലക്ട് ഓപ്ഷനാണ് വരുന്നത്. പിന്നെ അപ്ലോഡ് വീഡിയോ, സ്ട്രീം വീഡിയോ, ഗോ ലൈവ് 3 ഓപ്ഷനാണ്. നമുക്ക് വെബ്ക്യാം, ഒന്ന് സ്ട്രീം, ഒന്ന് മാനേജ്. വെബ്ക്യാം സ്ട്രീം സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് ടൈറ്റിൽ കൊടുക്കണം. ഈ ടൈറ്റിൽ ഞാനൊരു ഫോർ എഡ്യൂക്കേഷൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് 3 രീതിയിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഒന്ന് പബ്ലിക്കായിട്ട് ലിസ്റ്റ് ചെയ്യാം, ഒന്ന് അൺലിസ്റ്റഡ് ആക്കാം, പിന്നെ ഒന്ന് പ്രൈവറ്റ് ആക്കാം. പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ ആർക്കും കാണാൻ പറ്റില്ല. അൺലിസ്റ്റഡ് ആണെങ്കിൽ നമുക്കൊരു ലിങ്ക് ജനറേറ്റ് ചെയ്യും. ആ ലിങ്കുള്ള ആർക്കും നമ്മളുടെ ലൈവിൽ വരാം. അപ്പോൾ ഞാൻ പ്രൈവറ്റാണ് സെലക്ട് ചെയ്തത്. 3 ഓപ്ഷൻസ് എടുത്തു. അതിൽ നമ്മളുടെ ക്യാമറ ശരിയാണെന്ന് നോക്കി, മൈക്ക് ശരിയാണെന്ന് നോക്കി, പിന്നെ എൻ്റെ അതൊരു അഡ്വാൻസ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ അലൗ ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാറ്റിൽ ലൈവിൽ ലോഗിൻ ചെയ്യുന്ന ആർക്കും നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏജ് റെസ്ട്രിക്ഷൻ അത് ഓഫായി. നോർമൽ ചാറ്റുകൾക്കൊക്കെ അത് ഓഫാക്കാം, പ്രശ്നമൊന്നുമില്ല. അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മളുടെ വെബ്ക്യാം ഓപ്പണായിട്ട് നമ്മളുടെ ഒരു തമ്പനയിൽ ഫോട്ടോ എടുക്കും. അത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് തന്നെ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റീടേക്ക് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഫ്രണ്ട് നമുക്ക് കസ്റ്റം തമ്പനയിൽ കൊടുക്കാം. ഞാൻ കസ്റ്റം തമ്പനയിൽ കൊടുത്ത് കാണിച്ചു തരാം. പക്ഷേ എൻ്റെ സിസ്റ്റം ഇത്തിരി സ്ലോ ആയതിൻ്റെ പേരിൽ ചിലപ്പോഴേ എൻ്റെ ഫയൽസ് ലോഡാവുള്ളൂ. ഇന്നത്തെ വന്നിട്ടുണ്ട് കുറച്ച് ഫോട്ടോസ്. അത് 2 MB താഴെയുള്ള ഒരു ഫയൽസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും നമ്മളുടെ ഫോട്ടോ വരണം നിർബന്ധമില്ല. പകരം നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തേക്കുന്ന ഏതെങ്കിലും ഒരു പിക്ചർ കൊടുക്കാം. അപ്പോൾ ആ പിക്ചറായിരിക്കും വരിക. അതായിരിക്കും നമ്മളുടെ ലൈവിൽ തമ്പനയിലായിട്ട് വരുന്നത് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനകത്ത് ഒന്നുകിൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് പ്രൈവറ്റ് ചാറ്റിന് ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾ കൊടുത്തില്ല, ഡയറക്റ്റ് ഗോ ലൈവ് എന്ന് കൊടുത്ത് ഗോ ലൈവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ വീഡിയോ ലൈവായിട്ടുണ്ട്. യുവർ ലൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ലൈവ് എന്നുള്ള റെഡ് സിമ്പിളിലാണ്. അതിൽ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ടൈമർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ റെക്കോർഡിംഗ് ആയിക്കൊണ്ടിരിക്കും. യൂസേഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 ആൾക്കാരുടെ പുറമുള്ളതിൽ അവിടെ 0 എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ 1 ആവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമുണ്ട്. കൂടാണ്ട് എക്സ്ട്രാ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 2 ആവും, 3 ആവും. പിന്നെ ലൈക്കുകൾ അടിക്കുന്നതിൻ്റെ എണ്ണം അതിൻ്റെ അത് യൂസേഴ്സ് വരുന്നതിനനുസരിച്ചിട്ട് ലൈക്കുകൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് ഓൾറെഡി കൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. മൈക്ക് നമുക്കിപ്പോൾ നമ്മുടെ സൗണ്ട് മ്യൂട്ടാക്കണമെന്നുണ്ടെങ്കിൽ മൈക്ക് അമർത്തി മ്യൂട്ടാകും. പച്ച സിമ്പിളിങ്ങനെ ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മൈക്കിന് പ്രശ്നമൊന്നുമില്ല, നമ്മുടെ സൗണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു നോട്ടിഫിക്കേഷനാണ്. ഞാൻ മ്യൂട്ടാക്കി. ഇപ്പോൾ ആർക്കും ഒന്നും കേൾക്കാൻ പറ്റില്ല. ചാറ്റിലുള്ളവർക്ക് നമ്മളുടെ സംസാരങ്ങളൊന്നും കേൾക്കാൻ പറ്റില്ല. വീണ്ടും ഞാനത് എനേബിൾ ചെയ്തു. റൈറ്റ് സൈഡിൽ ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തവരെ ചാറ്റിൽ കംപ്ലീറ്റ് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടാവും. അവർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാനിത് പ്രൈവറ്റ് ആക്കിയതിൻ്റെ പേരിൽ ആരും ജോയിൻ ചെയ്യില്ല. ഞാനൊരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിലാണ് അവിടെ വേറെ ഒന്നും കാണിക്കാത്തത്. അപ്പോൾ ഞാനിപ്പോൾ താഴത്ത് വെറുതെ നമ്മളുടെ മെസ്സേജ് എങ്ങനെയാണ് വരണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഹായ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കണം. ഹലോ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു. ഇപ്പോൾ നമ്മളുടെ ചാറ്റുകൾ വന്നു. മൈ ലൈഫ് മൈ സ്റ്റൈല് വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ഹലോ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഓൺലൈനിൽ ജോയിൻ ചെയ്തേക്കുന്നവർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവരെ അടുത്ത നമ്മളുടെ ചാറ്റ് വിൻഡോൻ്റെ മുകളിലായിട്ട് 3 ഓപ്ഷൻസ് ടാബുണ്ട്. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് പാർട്ടിസിപ്പൻസ് ഉണ്ട്, പിന്നെ ഒന്ന്
ടോഗിൾ ടൈമുണ്ട്, പിന്നെ പോപ്പ് ഔട്ട് ചാറ്റുണ്ട്. അതിൽ പാർട്ടിസിപ്പൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ചാറ്റിൽ എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, ആരൊക്കെയാണ് ജോയിൻ ചെയ്തിട്ടുള്ളതെന്നുള്ളത് കാണാം. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും കാണില്ല, കാരണം ഞാൻ പ്രൈവറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ടോഗിൾ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാറ്റ് വിൻഡോ സെപ്പറേറ്റ് വിൻഡോ ആയിട്ട് ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് ഒത്തിരി വലുതായി കാണാനും പറ്റും, നല്ല ചാറ്റുകളും വായിക്കാനും പറ്റും. കാഴ്ചകളുള്ള ഭയങ്കര ചെറുതായിട്ടായിരിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാറ്റ് അവസാനിപ്പിക്കാറായി. നമ്മൾ എൻഡ് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് 2 ഓപ്ഷൻ ചോദിക്കാം. അതിൽ എൻഡ് എന്നുള്ള കൊടുക്കാം. നോട്ട് ചെയ്തിട്ട് എന്നുള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. എൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സ്ക്രീൻ ഫിനിഷ്ഡ്. നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം, എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ജസ്റ്റ് ഡൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ വീഡിയോസിലേക്ക് സേവ് ആകും. നമുക്ക് എഡിറ്റ് ചെയ്യണം, അതിൻ്റെ അകത്ത് ടാഗ്സ് ആഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റിംഗ് സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള പോപ്പപ്പ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ എഡിറ്റിംഗ് സ്റ്റുഡിയോ എന്നുള്ളതിൽ കൊടുത്തു. നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നു. അതിനകത്ത് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. നോർമൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ആഡ് ചെയ്യുമോ അതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മളോട് ചേഞ്ച് ചെയ്തെല്ലാം സേവ് ആക്കാം. വീഡിയോ ഓൾറെഡി അപ്ലോഡിങ് ആണ്. നമ്മുടെ എഡിറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞ് നമ്മളത് സേവ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. സേവ് എന്നുള്ള ബട്ടൺ കൊടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു അതുപോലെ തന്നെ ഒരു വിൻഡോ ഓപ്പണായി വന്നു നമ്മളുടെ ഫയൽ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളുടെ ഫയൽ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് പബ്ലിഷ് ആവും. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞൊരു ലൈവ്. ഞാനിത് ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴും മനസ്സിലായത് ഇത്രയും സിമ്പിളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ലൈക്ക് അടിച്ചേക്കാം, പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കാം. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി വെക്കുക. അതിൽ ലൈവ് എന്നുള്ളൊരു ടാബുണ്ട്, അതിൻ്റെ അകത്ത് പോയി നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ അവിടെ അപ്ലോഡ് ആയി കിടക്കുന്നത് കാണാം. ഞാനിപ്പോൾ പബ്ലിക് ആക്കിയിട്ടില്ല, പ്രൈവറ്റ് ആക്കിയേക്കുന്നതിൻ്റെ പേരിൽ അതിന് സബ്സ്ക്രൈബേഴ്സും ഒന്നും ഉണ്ടാവില്ല. തൊട്ട് മുമ്പത്തെ ഒരു ചാറ്റ് ഞാൻ പബ്ലിക് ആക്കി ചെയ്തിരുന്നു. അതിൻ്റെ അകത്തുള്ള വ്യൂവേഴ്സിൻ്റെ എണ്ണവും കാര്യങ്ങളും കമൻറ്റുകളും എല്ലാം അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടാകും.